2026 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഏത് പക്ഷത്ത് നിൽക്കുമെന്നുള്ളതാണ് പ്രധാന ചർച്ചയായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. LDFിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി, റോഷി അഗസ്റ്റിൻ എന്നിവരൊക്കെ പറയുമ്പോൾ അതല്ല UDFിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ഈ ജോസ് കെ മാണി വിഭാഗത്തിൽ 2 MLA-മാരും നിലപാടെടുക്കുന്നുണ്ട്. ഇവരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പിടുകയാണ്. ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ അടുത്ത് ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഒരു കാര്യം വ്യക്തം: ഇത്തരത്തിൽ ചർച്ചകൾ വരുന്നത് ഞങ്ങൾക്ക് തീരെ ഇഷ്ടമില്ല, ഞങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം LDF നടത്തിയ ഒരു സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുത്തില്ല. ഇതൊക്കെ തന്നെ വലിയ സംശയങ്ങൾ ഉളവാക്കുന്ന കാര്യമാണ്. രാമേന്ദ്ര സാറുണ്ട്, അഹമ്മദ് മാഷുണ്ട്. സാർ എങ്ങനെ വിലയിരുത്തുന്നു ഇതിനെ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്തായിരിക്കും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഉടനെ ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം ജോസ് മാണി LDF ഇട്ട് UDFിലേക്ക് പോകും, അതായിരിക്കും രാഷ്ട്രീയ പ്രത്യാഘാതം. എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്ന് ജനങ്ങളുടെ വിധി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. UDFന് അനുകൂലമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ പാലായിൽ തോറ്റില്ലായിരുന്നെങ്കിൽ റോഷി അഗസ്റ്റിൻ്റെ സ്ഥാനത്ത് മന്ത്രിയാകേണ്ടത് ജോസ് കെ മാണിയാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജോസ് കെ മാണി അവിടെ ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പാലായിൽ കടുത്തുരുത്തിയിലായിരിക്കും എന്ന് ആണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ UDF ഇനി ജയിച്ചു വരികയാണെങ്കിൽ ഒരു മന്ത്രിയാകണം എന്നുള്ളത് ജോസ് കെ മാണിയുടെ ഒരു സ്വപ്നമല്ലേ. അപ്പോൾ റോഷി അഗസ്റ്റിൻ മന്ത്രി ആകില്ല എന്നുള്ളതും ഉറപ്പാണ്. അങ്ങനത്തെ ഒരു ഒന്നിച്ചു നിന്നാൽ റോഷി അഗസ്റ്റിൻ ആയിരിക്കില്ല മന്ത്രി, ജോസ് കെ മാണി ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5 MLA-മാരാണ് ഉള്ളത്. ഇത് 2-2-1 എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഡോക്ടർ ജയരാജ് നാരായണക്കുറുപ്പിൻ്റെ മകൻ തീരുമാനം എടുക്കാതെ നിൽക്കുന്നു. ജോസിൻ്റെ കൂടെ, ജോസ് കെ മാണിയുടെ കൂടെ 2 MLA-മാർ നിൽക്കുന്നു. റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും റാന്നി. റോഷി അഗസ്റ്റിൻ ഇടുക്കി, പ്രമോദ് നാരായണൻ റാന്നി. ഇവർ രണ്ടുപേരും LDF. കാരണം പ്രമോദ് നാരായണനെ ഇങ്ങനെ കൊണ്ടുവന്നതാണല്ലോ. അവർ രണ്ടുപേരും, പ്രമോദ് നാരായണനൊക്കെ ഇനി നിന്ന് കഴിഞ്ഞാൽ ജയിക്കൂ എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. 1285 വോട്ടിനാണ് ജയിച്ചത്. അസാധാരണമായ ഒരു വിജയമായിരുന്നു. അതെ, റോഷി അഗസ്റ്റിനും പ്രമോദും ഒന്നിച്ചു നിൽക്കുന്നു. പൂഞ്ഞാറിലെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ചങ്ങനാശ്ശേരിയിലെ ജോബ് മൈക്കിൾ, ഇവർ രണ്ടുപേരുമാണ് ജോസ് കെ മാണിയുടെ കൂടെയുള്ളത്. അപ്പൊ 2-2. പിന്നെ ജയരാജ് അവസാന നിമിഷമൊക്കെ തീരുമാനിക്കുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ശീലവും. നാരായണക്കുറുപ്പ് അദ്ദേഹത്തിന്റെ പിതാവ് സെക്കൻഡിനൊക്കെ മാറുന്ന ആളല്ലായിരുന്നു ഈ കേരള കോൺഗ്രസ്. അപ്പൊ അതുകൊണ്ട് ഈ എന്നോട് അപ്പോഴും ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഈ ജോസഫ് ഗ്രൂപ്പ് ഈ ജോസ് കെ മാണിയെ UDFിൽ എടുക്കാൻ അനുകൂലിക്കുന്നില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു അതൊരു വിഷയമല്ല. കാരണം PJ ജോസഫ് അല്ലല്ലോ തീരുമാനിക്കുന്നത്, കോൺഗ്രസ് അല്ലേ തീരുമാനിക്കുന്നത്. അവരിതിന് തയ്യാറാണ്. പിന്നെയും ഞാൻ ഒരു കാര്യം പറഞ്ഞു, തൊടുപുഴയിൽ PJ ജോസഫ് തന്നെ മത്സരിക്കും. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേര് വന്നു എന്ന് വരാം. കോതമംഗലത്ത് അപ്പു ജോസഫിന് നിൽക്കണമെന്നുണ്ട്. അതങ്ങ് വകവച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീർന്നല്ലോ. ഇപ്പൊ തന്നെ അപ്പു ജോസഫ് ടെലിവിഷൻ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് മയപ്പെട്ട് സംസാരിക്കുന്നുണ്ട്, വരുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള മട്ടില്ലേ. അപ്പൊ ജോസ് കെ മാണി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊക്കെ നോക്കി നിൽക്കുകയാണ്. അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് കേന്ദ്രത്തിനെതിരായ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തില്ല. പിണറായി വിജയന്റെ കൂടെ പങ്കെടുത്തില്ല. പിന്നെ മധ്യമേഖലയിൽ ഇയാൾ പോവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് ജാഥ ക്യാപ്റ്റനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആ ജാഥയിൽ ഇടതുപക്ഷ കമ്മിറ്റിയിലും പങ്കെടുത്തിട്ടില്ല. ഇല്ല. അപ്പൊ ആ ജാഥയിൽ അദ്ദേഹം ക്യാപ്റ്റൻ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം, ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ ജോസ് കെ മാണി LDF വിട്ട് UDFിലേക്ക് ചേർക്കാറാം. എന്തായാലും അപ്പോൾ ഇത് പിളരുമോ എന്നുള്ളതാണ്. പിളരുക എന്നുള്ളത് കേരള കോൺഗ്രസിന്റെ ജന്മ സ്വഭാവമാണ്. മാത്രമല്ല അത് അവർക്ക് നല്ലതുമാണ്, വളരെയാണ്. അപ്പൊ പിളരുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി ഇന്ന് റോഷി അഗസ്റ്റിന്റെ പ്രതികരണത്തിൽ നിന്ന്.
മാണി ഉണ്ടായിരുന്ന കാലത്ത് റോഷി അഗസ്റ്റിൻ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പുറകിൽ ഇങ്ങനെ അല്ല, ഇപ്പൊ തന്നെ സാർ അതിനകത്തൊരു ജോസ് കെ മാണി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് മന്ത്രിയാകാൻ പറ്റാതെ വന്നത് കൊണ്ടല്ലേ റോഷി അഗസ്റ്റിൻ മുഖ്യധാരയിലേക്ക് വന്നേ. മാത്രമല്ല മാണി കുടുംബവുമായിട്ട് റോഷി അഗസ്റ്റിന് ബന്ധവുമുണ്ട്. ആ ഒരൊറ്റ കാരണമാണ് റോഷി അഗസ്റ്റിനെ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തിച്ചത്. അത് പിന്നെ പാലായിൽ പാലം വലിച്ചതിന്റെയും കൂടിയാണ്. അന്ന് കർത്താവ് റോഷി അഗസ്റ്റിന്റെ കൂടെയായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. ഇതിന്റെയൊക്കെ പുറമെ ലേറ്റസ്റ്റ് ഇന്ന് ഒരു കാര്യം ഉറപ്പാണ്, ജോസ് കെ മാണിയുടെ കൂടെ ഇപ്പോൾ 2 MLA ഉള്ളുവെങ്കിൽ പോലും ജോസ് കെ മാണി UDF പോകാൻ തീരുമാനിച്ചു എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന ഒരു വാർത്ത ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലീഡ് ന്യൂസ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ മാഡം സോണിയാഗാന്ധി നേരിട്ട് ജോസ് കെ മാണിയെ വിളിച്ചിരിക്കുന്നു. എന്നിട്ട് അങ്ങയുടെ അച്ഛനും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഒക്കെ അറിയാമല്ലോ, എത്രയോ കാലമായിട്ട്. അച്ഛനോട് LDF കാണിച്ചത്, പ്രത്യേകിച്ച് CPM കാണിച്ച മാരകമായ അക്രമങ്ങൾ ഓർക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൂർവ്വകാലമൊക്കെ ഓർപ്പിച്ചിട്ട് ഈ നിർണായകമായ ഘട്ടത്തിൽ ഇന്ത്യൻ ജനാധിപത്യം വലിയ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിൽ അവിടെ ഒരു വാചകം ഞാൻ പറഞ്ഞോട്ടെ. EK നായനാർ എന്നോട് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളെ വഞ്ചിച്ച് അപ്പുറത്തേക്ക് പോയ ഒരാളാണ്, വഞ്ചകനാണ് മാണി, ഞങ്ങൾ ഇനി ഒരു കാരണവശാലും കൂട്ടുകൂടുന്ന പ്രശ്നമേ ഇല്ല നായനാരനോട് പറഞ്ഞാണ്. പിന്നീട് ജോസ് കെ മാണി ഇവരെടുക്കുമ്പോ നായനാരില്ലല്ലോ. നായനാർ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇല്ല, തീർച്ചയായിട്ടും നായനാർ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനെ എനക്കറിയാം, എന്നെ പാലം വലിച്ചു പോയവനാണ് അവൻ, മാണി ആവർത്തിച്ച് പറയാനുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഇപ്പോ സോണിയാഗാന്ധിയുടെ വിളിയുടെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. ഒന്ന്, ആ വിളി ഇപ്പൊ സോണിയാഗാന്ധി ഒറ്റയ്ക്ക് വിളിച്ചതാവില്ല. തീർച്ചയായിട്ടും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കന്മാർ അതിന്റെ പിന്നിലുണ്ടാവും. സോണിയാഗാന്ധി നേരിട്ട് വിളിച്ചിട്ട് ഈ നിർണായകമായ ഘട്ടത്തിൽ ദേശീയ തലത്തിൽ രാജ്യത്തെ രക്ഷിക്കാനുള്ള വലിയ പോരാട്ടം കോൺഗ്രസ് നയിക്കുമ്പോൾ അങ്ങയുടെ അച്ഛൻ്റെ ആശീർവാദമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു. അത് നിഷേധിച്ചിട്ടില്ല എന്ന് വാർത്തയുണ്ട്. 2, നേരിട്ടൊരു കമന്റ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വിളിച്ചു ചോദിച്ചപ്പോൾ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രകടമാണ്. വേറൊരു കാര്യം കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അനുബന്ധമായ ഒരു വാർത്ത വന്നിട്ടുണ്ട്. സമീപകാലത്ത് കേരള കോൺഗ്രസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എപ്പോൾ പിളരണമെന്നും എപ്പോൾ വളരണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ക്രിസ്തീയ സഭകളാണ്, കത്തോലിക്ക സഭയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കത്തോലിക്ക സഭ സമീപകാലത്ത് ഇതിൻ്റെ ഒരു പ്രത്യാഘാതം അതാണ്. LDF നിന്നൊരു കക്ഷി UDF പോകുമ്പോൾ അത് LDF അല്ലേ ബാധിക്കുന്നത് എന്ന ചോദ്യത്തിന് കേരള കോൺഗ്രസ് ആയതുകൊണ്ട് അല്ല എന്നുകൂടിയാണ് പുതിയ കാലത്തെ ഉത്തരം. അത് NDAയും BJPയെയും കൂടി ബാധിക്കും. BJP ക്രിസ്ത്യൻ വോട്ടുകൾ ഒഴുകുന്നത് എന്നൊരു സൂചന സമീപകാലത്തെ ട്രെൻഡുകളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ സഭകൾ കർശനമായി ഈ സമയത്ത് ഈ NDA അല്ലെങ്കിൽ BJP മുന്നണിയെയോ അല്ലെങ്കിൽ ഏതാണ്ട് അതേ നയം കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തുടരുന്ന ന്യൂനപക്ഷ ഏകീകരണത്തിന് വേണ്ടി ശ്രമിക്കുക, ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടെടുത്തിട്ട് ഒരു ഭൂരിപക്ഷ ഏകീകരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ഏകീകരണം, ക്രിസ്ത്യൻ ഹിന്ദു ഏകീകരണം, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJPക്കെതിരായും ഒരു നിലപാട് ക്രിസ്തീയ സഭ എടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കൗമുദിയുടെ ദീപികയുടെ മുഖപ്രസംഗം ഉൾപ്പെടെയുള്ള നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. രൂക്ഷമായ ആക്രമണമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വാർത്തയുടെ കൂടെ പറയുന്നുണ്ട് സഭയുടെ ആശീർവാദം, അനുജ്ഞ എന്നുള്ള പുതിയ വാക്ക്, സഭയുടെ അനുജ്ഞ കൂടി ഈ തീരുമാനത്തിന്റെ പിന്നിലുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ വാർത്ത പോലും ഞങ്ങൾക്ക് ഈ അഭിജ്ഞവൃത്തങ്ങളിൽ നിന്ന് അറിഞ്ഞു എന്ന് വെച്ചാൽ വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞു എന്നൊക്കെയാണ് വാർത്തയെങ്കിലും ഈ വാർത്ത പോലും ഒരു പക്ഷേ ജോസ് കെ മാണിക്ക് UDF പോകാനുള്ള ഒരു പാത ഒരുക്കുന്നതിൻ്റെ ഭാഗമായി അവർ തന്നെ സൃഷ്ടിക്കുന്നതും ആകാം. അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചതോ അല്ലെങ്കിൽ KC വേണുഗോപാലിനോട് പറഞ്ഞ് വിളിപ്പിച്ചതോ ഒക്കെ ആവാം. എന്തായാലും ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത കൂടി കാണുമ്പോൾ സാർ ഈ പറഞ്ഞ സാഹചര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു ഗ്രൂപ്പ് ജോസ് കെ മാണി നയിക്കുന്ന ഒരു ഗ്രൂപ്പെങ്കിലും UDF പോകുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സാമാന്യബോധമുള്ള ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും തോന്നുക. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് UDF ഒപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിന് അധികാരമില്ല എന്നുള്ളത് അവരെ വലിയ പ്രതിസന്ധിയിലാക്കി. അതുകൊണ്ട് ഇത്തവണ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറിയേ പറ്റൂ. KM ഷാജിയുടെയൊക്കെ പ്രസംഗം നമ്മൾ കേട്ടാ. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. ഈ മാണിയുടെ വിഭാഗത്തിൻ്റെ നേതാവെന്ന നിലയിൽ ജോസ് കെ മാണി നിയമസഭയിലേക്ക് മത്സരിക്കാനും അവിടെ നിന്ന് ജയിച്ച് മന്ത്രിയാകാനും ഏറെ ആഗ്രഹിക്കുന്ന ആളാണ്. 1 or 2 തവണ ആ ശ്രമം പരാജയപ്പെട്ടു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തവണ വിജയിക്കുന്ന മുന്നണിയിലേക്ക് ജോസ് കെ മാണി പോകുന്നത് നേരത്തെ തന്നെ ചർച്ചയിൽ
ജാഥയിൽ വന്നതാ. ഇപ്പൊ ഈ മധ്യമേഖല ജാഥയിൽ LDF നടത്തുന്ന ജാഥയുടെ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ ദക്ഷിണ മാണി, മേഖല ദക്ഷിണ മേഖല. ജോസ് കെ മാണി ആ ക്യാപ്റ്റൻസി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമോ അല്ലെ അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുമോ എന്നതിൽ നിന്ന് തന്നെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാകും തോന്നുന്നു, അല്ലേ സാറേ? അതായത് ഇതിൻ്റെ അകത്ത് ഈ സഭയുടെ അനുജ്ഞയുടെ കാര്യമൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നതാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഉറച്ച അഭിപ്രായങ്ങൾ പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിരുന്നപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വെച്ച് പിതാക്കന്മാരുമായിട്ട് ചർച്ച നടന്നിരുന്നു. അന്ന് കേരള കോൺഗ്രസിന്റെ ഏകീകരണമൊക്കെ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിലൊക്കെ ഒരു തീരുമാനം ആയിക്കഴിഞ്ഞതാണ്. ഇത് എന്ത് പറഞ്ഞിട്ട് പോകും എന്നുള്ളതാണല്ലോ. ഇപ്പൊ മറ്റേ JB കോശി റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് പറഞ്ഞു അത് നിങ്ങൾ നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ജോസ് മാണിക്ക് കാരണം പറഞ്ഞു. അത് നല്ലൊരു ന്യായമാണ്, അദ്ദേഹത്തിന് പോകാവുന്ന എല്ലാ കാരണവും. പിന്നെ KM മാണി ഉണ്ടായിരുന്ന കാലത്തെ അവസ്ഥയൊന്നും അല്ലല്ലോ. ജോസ് മാണിക്ക് പാർട്ടിയുടെ അകത്ത് അങ്ങനെ വലിയ സ്വാധീനമോ പ്രാബല്യമോ ഒന്നും പാർട്ടിയുടെ അകത്തില്ല. രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട് സർ, അനുബന്ധമായിട്ട് വന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, UDF-ലെ രണ്ടാമത്തെ ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം ഇന്നലെ വന്നു. UDF-ലേക്ക് കേരള കോൺഗ്രസ് വരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞങ്ങൾ 4 കൈ നീട്ടി സ്വീകരിക്കും. എനിക്ക് തോന്നുന്നത് UDF-ന് നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ഒരു മേൽക്കൈ, അത് ഒരു ആത്മവിശ്വാസമായി UDF-നകത്ത് ഇല്ല എന്ന് വേണം കരുതാൻ. അവർക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം, നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ, ഇതിനകത്ത് ഈ വരവിനെ, ജോസ് കെ മാണിയുടെ വരവിനെ തടയാനിടയുള്ള ഒരു ഘടകം PJ ജോസഫ് ആയിരുന്നല്ലോ. പക്ഷെ PJ ജോസഫിന് മാത്രമല്ല, മകന്റെ ഭാവി കൂടി ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി വന്നിരിക്കെ ജോസഫും തടയില്ല. ഈ രണ്ട് അതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടി പൊളിറ്റിക്സ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലീഗ് ഈ 4 കൈയും നീട്ടി സ്വീകരിക്കുന്നതിന്റെ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇത് ഈ അവശിഷ്ട മാണിയാണല്ലോ വരാൻ പോകുന്നത്, സ്പ്ലിറ്റ് ചെയ്യുമല്ലോ. അപ്പൊ തെക്ക് കൂടുതൽ സീറ്റ് ലീഗിന് വേണം. കേരള കോൺഗ്രസിന് സീറ്റ് ഇനി കുറയ്ക്കാം. കാരണം ഒരു കഷ്ണം മാത്രമല്ലേ വരുന്നുള്ളൂ. 2 MLA ഉള്ള ഒരു സാധനല്ലേ വരാൻ പോകുന്ന, 5 MLA ഉള്ളതല്ലല്ലോ വരുന്നത്. അവസാനമായി അപ്പൊ ആ സീറ്റുകള് ലീഗിന് എടുക്കാം. രാമേന്ദ്രൻ സാറിന്റെ ഒരു കമന്റ് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇത്രയുമൊക്കെ എത്തിയിട്ടും എന്തായിരിക്കും കേരളത്തിലെ UDF-ന്റെ ആത്മവിശ്വാസക്കുറവ്? അല്ല, UDF-ന്റെ ആത്മവിശ്വാസക്കുറവ് എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഈ ശബരിമലയുടെ കാര്യം, അത് വിചാരിച്ച സ്ഥലത്തേക്കാണോ പോകുന്നതെന്നുള്ളൊരു സംശയം. അതുപോലെ തന്നെ ഈ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു എന്തുമാത്രം തിരിച്ചടിക്കും അല്ലേ എന്നുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൊണ്ടുപിടിച്ച പ്രചാരണം, അവര് വർഗീയത, ഭയങ്കരമായ വർഗീയതയുടെ ഒരു കളി ഇടതു മുന്നണിയിൽ നിന്ന് അത്രയും പച്ചയ്ക്ക് കളിക്കാനായിട്ട് UDF-ന് പറ്റില്ല. കാരണം അവർ മതേതര ഭാവേന വർഷങ്ങളായിട്ട് നടക്കുന്ന ആളുകളാണല്ലോ. നെഹ്റു പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. അങ്ങനെ പറയാനും പറ്റില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇനിയും മാറി മറിയാമെന്നുള്ളൊരു തോന്നല് UDF-ന് ഉണ്ട്. പ്രത്യേകിച്ച് ഈ തന്ത്രിയുടെ അറസ്റ്റൊക്കെ വന്നതോടുകൂടി പഴയ രീതിയിലാണോ ഈ സ്പ്ലിറ്റ്, ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകുന്നത്. ആ കൺസോൾട്ടേഷൻ വിചാരിച്ച പോലെ വരില്ല. കാരണം കുറെ BJP-യിലേക്ക് പോവുമല്ലോ ഹിന്ദു വോട്ട്. പിന്നെ ഉള്ളത് LDF-ന്റെ കൂടെ നിൽക്കുകയും ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ, മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്നത് UDF-ലേക്ക് വരികയും ആ കൺസോൾട്ടേഷൻ മാത്രമായി തീരുകയും ചെയ്യുമോ, ഹിന്ദു വോട്ട് കംപ്ലീറ്റ് മൈനസ് ചെയ്ത് പോകുമോ എന്നുള്ളൊരു ആശങ്ക അത് അസ്ഥാനത്ത്. അതുകൊണ്ടായിരിക്കണം ജോസ് കെ മാണിയെ എന്ത് വില കൊടുത്തും കൊണ്ടുവരാനുള്ള ശ്രമം സോണിയാഗാന്ധി തൊട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാവാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം ഈ പറയുന്ന ജോസ് കെ മാണി ഏതാണ്ട് UDF-ലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയം വേണ്ട. ജോസ് കെ മാണിക്ക് ഒരു മന്ത്രി ആകാനുള്ള കൊതി ഉണ്ട് താനും. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും UDF-ലേക്കായിരിക്കും ഇനി കേരള കോൺഗ്രസ് മാണി വിഭാഗം എത്തുക എന്ന് നമുക്ക് കരുതാം. നമുക്ക് കാത്തിരിക്കാം. മാണി വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പ്, ഒരു കഷ്ണം, ഒരു മുരിങ്ങക്കായ, സാമ്പാറിലെ ഒരു മുരിങ്ങക്കായ പിളരും തോറും വളരെ ഭയങ്കര വിലയുള്ളതാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.